ഹരി ഓം. എല്ലാ സഹോദരി സഹോദരന്മാർക്കും വിശ്വകുടുംബം എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വിഷ്ണു യോഗയുടെ 17ാമത്തെ പാഠമാണ് പഠിക്കാൻ പോകുന്നത്. കഴിഞ്ഞ 16 പാഠങ്ങളിൽ കൂടി നമ്മൾ ഭക്തിയോഗത്തെക്കുറിച്ചും കർമ്മയോഗത്തെക്കുറിച്ചും ധാരാളം പഠിച്ചു കഴിഞ്ഞു. ഇന്ന് മുതൽ നമുക്ക് ജ്ഞാനയോഗത്തെക്കുറിച്ച് പഠിക്കാം. ജ്ഞാനത്തിനെക്കുറിച്ച് പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ എന്താണ് വിജ്ഞാനമെന്നോ എന്താണ് അജ്ഞാനമെന്നോ അറിഞ്ഞിരിക്കണം. എന്താണ് വിജ്ഞാനം? ഭൗതികമായ അറിവിനെയാണ് നമ്മൾ വിജ്ഞാനം എന്ന് പറയുന്നത്. നമുക്ക് ചുറ്റും നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയുന്ന ധാരാളം വസ്തുക്കളുണ്ട്. ആ വസ്തുക്കളെ കുറിച്ചുള്ള പഠനമാണ് ഭൗതിക ശാസ്ത്രം അഥവാ സയൻസ്. ഈ സയൻസിൽ കൂടി നമ്മൾക്ക് എന്തറിവാണോ കിട്ടുന്നത് അതിനെ നമ്മൾ വിജ്ഞാനം എന്ന് പറയുന്നു. ഇതിൽ കൂടി നമുക്ക് 50% അറിവുകൾ മാത്രമേ ലഭിക്കുകയുള്ളൂ. അടുത്ത എന്താണ് അജ്ഞാനം? അറിവില്ലായ്മ എന്നാണ് അജ്ഞാനം എന്ന വാക്കിന്റെ അർത്ഥം. അറിവില്ലായ്മയുള്ള ആളിനെ നമ്മൾ അജ്ഞാനി എന്ന് പറയുന്നു. എന്താണ് ഈ അറിവില്ലായ്മ? ഈശ്വരനെ കുറിച്ചുള്ള ശരിയായ അറിവില്ലാത്ത അവസ്ഥയാണ് അജ്ഞാനം. ഇന്ന് ലോകത്ത് 99% ആളുകളും അജ്ഞാനികളാണ്. ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ള എന്താണ് ജ്ഞാനം? അതാണ് നമ്മുടെ പ്രധാന പോയിന്റ്. ഈശ്വരനെ കുറിച്ച് ഉള്ള ശരിയായ അറിവിനെയാണ് ജ്ഞാനം എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ശരീരത്തിൽ പ്രാണനായി ശക്തിയായി ഊർജമായി ഇരിക്കുന്ന ആ ചൈതന്യത്തെയാണ് നമ്മൾ ഈശ്വരൻ എന്ന് പറയുന്നത്. ഈശ്വരനെ കണ്ടെത്തിയവരാണ് ജ്ഞാനികൾ. ജ്ഞാനം ഒരു ജ്ഞാനിക്ക് മാത്രമേ ജ്ഞാനം പകർന്നു കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. ഭക്തിയിലൂടെയും കർമ്മത്തിലൂടെയുമാണ് ഒരാൾ ജ്ഞാനത്തിന് അർഹനാകുന്നത്. ഇനി ഭക്തിയും കർമ്മവും അല്ലാതെ അനേകം മാർഗങ്ങൾ ഈ ജ്ഞാനത്തിനായി പറയപ്പെട്ടിട്ടുണ്ട്. ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയിൽ 18 യോഗങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ 18 യോഗങ്ങളിൽ കൂടിയും നമുക്ക് ജ്ഞാനത്തിലേക്ക് എത്തിച്ചേരാവുന്നതാണ്. അതുകൂടാതെ തന്നെ കഠിനമായ സാധന, അതായത് ധ്യാനം, ജപം, തപസ്, കുണ്ടലിനി ശക്തി ഉണർത്തൽ, ഈ വക കാര്യങ്ങളിൽ കൂടെയും ഒരാൾക്ക് ജ്ഞാനം ലഭിക്കുന്നതാണ്. അതുപോലെ ടീച്ചറിന് ജ്ഞാനം ലഭിച്ചത് ഭക്തിയും കർമ്മവും സമന്വയിപ്പിച്ച വഴിയിലൂടെയാണ്. ഇതൊന്നും ടീച്ചർ പ്ലാൻ ചെയ്തല്ല, തനിയെ വന്ന് സംഭവിച്ചതാണ്. ടീച്ചർ ജന്മനാ ഒരു വിഷ്ണു ഭക്തയാണ്. അതിനുശേഷം ജീവിതത്തിൽ ധാരാളം കഠിന പരീക്ഷണങ്ങൾ വരികയുണ്ടായി. ഒരു നരകത്തിന്റെ അവസാനത്തെ പോയിന്റ് എവിടെയാണെന്ന് ടീച്ചറിനോട് ചോദിച്ചാൽ ടീച്ചർ അത് കൃത്യമായി കാണിച്ചു തരും. ഇങ്ങനെ നരകതുല്യമായ ഒരു ജീവിതം നയിച്ച ടീച്ചറിന് 32ാമത്തെ വയസ്സിൽ പരശുരാമന്റെ അവതാരമായ ഒരു ഗുരുവിനെ പ്രത്യക്ഷ ഗുരുവായി കിട്ടി. ആ ഒരു ഗുരു നമ്മുടെ കേരളത്തിലുണ്ട്. ആ ഗുരുവിന്റെ ശിക്ഷണം, അതായത് ഗുരുവിന്റെ അടുത്ത് പോയിരുന്ന് പഠിക്കുകയൊന്നും ചെയ്തില്ല. എങ്കിൽ പോലും ഗുരുവിന്റെ സന്ദേശങ്ങളും ഗുരുവിന്റെ പ്രഭാഷണങ്ങളിലും കൂടെയും ടീച്ചർ ഒരു ചിട്ടയായ ജീവിതശൈലി സ്വയം രൂപപ്പെടുത്തുകയും അങ്ങനെ 11 വർഷത്തിന് ശേഷം 2007 ടീച്ചറിന് ആത്മജ്ഞാനം ലഭിക്കുകയാണ് ചെയ്തത്. 32ാമത്തെ വയസ്സെന്ന് പറഞ്ഞാൽ 1995 ടീച്ചറിന് ഗുരുവിനെ കിട്ടുന്നത്. 2007 ജനുവരി 26 തീയതിയാണ് ടീച്ചർ പഠിപ്പിച്ചുകൊണ്ടിരുന്ന MTS കൈൽസ ഹൈസ്കൂൾ എന്ന ബോംബെയിലെ ഒരു സ്കൂളിൽ വെച്ച് ആത്മജ്ഞാനം ലഭിക്കുന്നത്. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകുന്നത്. അതിനെക്കുറിച്ചൊന്നും ഇപ്പം പറയാൻ സമയമില്ല. നമുക്ക് തന്നെ കാര്യത്തിലേക്ക് കടക്കാം. അപ്പം ഒരാൾക്ക് ആത്മജ്ഞാനം ലഭിക്കാൻ പല പല വഴികളുണ്ട്. ടീച്ചറിന്റെ വഴി ഭക്തിയും കർമ്മവും കൂടെ സമന്വയിപ്പിച്ചാണ്, ആ രണ്ടും കൂടെ ചേർന്നാണ് ആത്മജ്ഞാനത്തിലേക്ക് വന്നത്. അതേ വഴിയാണ് ടീച്ചർ ഇപ്പം നിങ്ങൾക്കും പറഞ്ഞു തരുന്നത്. ഭക്തിയും കർമ്മവും കഴിഞ്ഞു ഇനി ജ്ഞാനത്തിലേക്ക്. ജ്ഞാനം കിട്ടിയ ആളിനെ നമ്മൾ ആത്മജ്ഞാനി എന്ന് പറയുന്നു. ആത്മജ്ഞാനി എന്ന് പറയുന്ന ആൾ ത്രികാലജ്ഞാനിയാണ്. ത്രികാലജ്ഞാനി എന്ന് പറഞ്ഞാൽ എന്താണ്, ഭൂതത്തിനെ കുറിച്ചും വർത്തമാനത്തെക്കുറിച്ചും ഭാവിയെ കുറിച്ചും, അതായത് പാസ്റ്റ്, പ്രസന്റ് ആൻഡ് ഫ്യൂച്ചർ, ഇതിനെ 3 കാലങ്ങളെക്കുറിച്ച് കൃത്യമായ അറിവ് ഒരു ആത്മജ്ഞാനിക്ക് ഉണ്ടായിരിക്കും. നമ്മൾ ആത്മജ്ഞാനികളെ യോഗികൾ എന്ന് പറയും, വിശ്വഗുരു എന്ന് പറയും, മഹാഗുരു എന്ന് പറയും, അവതാരങ്ങൾ എന്ന് പറയും. അങ്ങനെ പല പേരുകളിൽ ഒരു ആത്മജ്ഞാനി അറിയപ്പെടാറുണ്ട്. ഒരു ആത്മജ്ഞാനിയാണ് യഥാർത്ഥ ഗുരു. ഒരു യഥാർത്ഥ ആത്മീയ ഗുരുവിന് തൻ്റെ ശിഷ്യന്മാരെ ഈശ്വരിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാനും അവരെ ലോകത്തിലെ സകല പ്രശ്നങ്ങളിൽ നിന്ന് മോചിപ്പിക്കാനും മോക്ഷം അഥവാ മുക്തി എന്ന അവസ്ഥയിലേക്ക് എത്തി ചേർക്കപ്പെടാനും അവരെ കൊണ്ടുപോകാനും കഴിയും. ആ അവസ്ഥയിൽ അവരെ എത്തിക്കാൻ ഒരു ഗുരുവിന് തീർച്ചയായിട്ടും സാധിക്കുന്നതാണ്. ഒരു ഗുരു എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ഗു പ്ലസ് രു എന്നാണ്. ഈ ഗു or രു എന്ന 2 വാക്കുകൾ ചേർന്നിട്ടാണ് ഗുരു എന്ന വാക്കുണ്ടായിരിക്കുന്നത്. ഗു എന്ന് പറഞ്ഞാൽ അജ്ഞാനമെന്നും അല്ലെങ്കിൽ അന്ധകാരമെന്നും, രു എന്ന് പറഞ്ഞാൽ മാറ്റുക എന്നാണ്. അജ്ഞാനത്തെ മാറ്റുക എന്നാണ് ഗുരു എന്ന വാക്കിന്റെ അർത്ഥം തന്നെ. ഈ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് കുമാരനാശാന് ഒരു കീർത്തനം എഴുതിയിട്ടുണ്ട്. അതിനകത്ത് ഇങ്ങനെയാണ് പറയുന്നത്: ആരായുകിൽ അന്ധത്വമൊഴിച്ചാതി മഹസ്സിൻ നേരാം വഴി കാട്ടും ഗുരുവല്ലോ പരദൈവം. ആരാണോ അന്ധകാരത്തിലിരിക്കുന്ന ശിഷ്യന് ഈശ്വരനിലേക്കുള്ള ശരിയായ വഴി കാണിച്ചു കൊടുക്കുന്നത്, ആ ഗുരു തന്നെയാണ് യഥാർത്ഥത്തിൽ പരദൈവം, അതായത് പരബ്രഹ്മം എന്ന് പറയുന്ന ഗുരു തന്നെയാണ്.
അതുപോലെ നമ്മുടെ ഭാരതീയ തത്വചിന്തകൾ അനുസരിച്ച് അല്ലെങ്കിൽ സനാതനധർമ്മം അനുസരിച്ച് ഗുരുവിനെ തന്നെയാണ് ഈശ്വരനായിട്ട് കണക്കാക്കപ്പെടുന്നത്. അതായത് നമ്മുടെ ഉള്ളിൽ ഊർജ്ജ രൂപത്തിലിരിക്കുന്ന ഭഗവാനെ നമുക്ക് ഒരിക്കലും കാണാൻ പറ്റത്തില്ല. അതിനി നമ്മൾക്ക് കാണാൻ നമ്മൾ മരിച്ചതിന് ശേഷം മാത്രമേ അത് കാണാൻ പറ്റുകയുള്ളൂ. അല്ലാതെ ജീവിച്ചിരിക്കുന്ന നമ്മുടെ ഉള്ളിലിരിക്കുന്ന ചൈതന്യത്തെ നമുക്ക് ഒരിക്കലും കാണാൻ പറ്റുകയില്ല. പിന്നെ നമ്മൾ ഗുരുവിൽ കൂടി മാത്രമേ നമുക്ക് ഈശ്വരനെ കാണാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഗുരു ബ്രഹ്മ ഗുരു വിഷ്ണു ഗുരു ദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരുവേ നമഃ. അതായത് ഗുരുവാണ് ബ്രഹ്മാവും വിഷ്ണു മഹേശ്വരനും പരബ്രഹ്മവും. അതായത് ഭഗവാന്റെ എല്ലാ ഭാവങ്ങളും നമുക്കൊരു ഗുരുവിൽ ദർശിക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ ഭഗവാൻ തന്നെ സ്വയം അവതാരമെടുത്ത് ഗുരുവായിട്ട് വരും. അത് യുഗത്തിന്റെ അവസാനമാണ് ഈ പ്രക്രിയ സംഭവിക്കുന്നത്. അങ്ങനെ വന്ന ഗുരുവാണ് ശ്രീരാമന് ത്രേതായുഗത്തിന്റെ അവസാനം അദ്ദേഹം എത്തി. ശ്രീകൃഷ്ണന് ശ്രീകൃഷ്ണൻ ദ്വാപരയുഗത്തിന്റെ അവസാനം എത്തി. ഇനി കലിയുഗത്തിന്റെ അവസാനം ഭഗവാൻ തന്നെ സ്വയം ഗുരുവായിട്ട് എത്തിയിരിക്കുകയാണ്. ഈ ഗുരു എന്ന് ലോകത്തിൽ നിന്ന് പോകുന്നു, അന്ന് ആ യുഗം അവിടെ അവസാനിക്കുകയാണ്. ത്രേതായുഗത്തിന്റെ അവസാനം ശ്രീരാമൻ വന്നു, അതോട് ത്രേതായുഗം തീർന്നു. ദ്വാപരയുഗത്തിന്റെ അവസാനം ശ്രീകൃഷ്ണൻ വന്നു, അതോട് ദ്വാപരയുഗം തീർന്നു. ഇനി കൽക്കിയായിട്ട് ഭഗവാൻ അവതരിച്ചിരിക്കുന്നു, ഭഗവാൻ ഗുരുവായിട്ട് എത്തിയിരിക്കുന്നു. ഇനി കൽക്കി ഭഗവാൻ ഈ ലോകത്തുനിന്ന് ദേഹത്യാഗം ചെയ്യുമ്പോഴേക്കും കലിയുഗം തീരുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പല കാര്യങ്ങളും പഠിച്ചു. വിജ്ഞാനം പഠിച്ചു, അജ്ഞാനം പഠിച്ചു, ജ്ഞാനം എന്താണെന്ന് പഠിച്ചു, ഗുരു എന്താണെന്ന് പഠിച്ചു. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം. നന്ദി, നമസ്കാരം. ജയ് വിശ്വഗുരു വിഷ്ണു ഭഗവാൻ, ജയ് വിശ്വമാത വസുന്ധരാദേവി.